കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാന്ത ധ്യാനം രണ്ടാം ദിവസവും തുടരുകയാണ്. നാളെ വൈകിട്ട് മോദി കന്യാകുമാരിയിൽ നിന്നും മടങ്ങും. തിരുവനന്തപുരം വഴി വാരാണസിയിലേക്കാണ് മോദിയുടെ നാളത്തെ യാത്ര. നരേന്ദ്രമോദിയുടെ ധ്യാനത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാക്കൾ ഇന്നും രംഗത്തെത്തി. സാഗരങ്ങളുടെ സംഗമസ്ഥാനത്ത് സൂര്യാസ്തമയം കണ്ട് ഇന്നലെ വൈകിട്ട് 6:45 നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിലെ ധ്യാന മണ്ഡപത്തിലേക്ക് കടന്നത്. 45 മണിക്കൂർ നീളുന്ന ധ്യാനത്തിനിടെ പ്രധാനമന്ത്രി കഴിക്കുക ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം മാത്രം. കരിക്കും മുന്തിരി ജ്യൂസും ചൂടുവെള്ളവുമാണ് പ്രധാനം. ഈ സമയം അത്രയും മോദി മൗനവ്രതത്തിലായിരിക്കും. ധ്യാനമണ്ഡപത്തിന് പുറത്തേക്ക് ഇറങ്ങില്ല. ദൂരദർശനും ANIക്കും മാത്രമാണ് വിവേകാനന്ദ പാറയിൽ റിപ്പോർട്ടിങ്ങിനായി പ്രവേശനമുള്ളത്. നരേന്ദ്രമോദിയുടെ ധ്യാന നിമിഷങ്ങൾ പുറത്തുവിടുകയും ചെയ്തു. വെള്ളവസ്ത്രത്തിൽ ധ്യാനം തുടങ്ങിയ പ്രധാനമന്ത്രി രണ്ടാം ദിനം കാഷായ വസ്ത്രത്തിലാണ്. 2019 കേദർനാഥിൽ ധ്യാനമിരുന്നപ്പോഴും നരേന്ദ്രമോദി കാഷായ വസ്ത്രത്തിലായിരുന്നു. കന്യാകുമാരിയുടെ കടലിലും കരയിലും ശക്തമായ സുരക്ഷാ വലയമുണ്ട്. നാവികസേനയും തീരസംരക്ഷണ സേനയും കടലിൽ നങ്കൂരമിട്ടിട്ടുണ്ട്. 2000 പോലീസുകാരാണ് കരയിൽ കാവലുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാകുന്ന നാളെ വൈകിട്ട് വരെ നരേന്ദ്രമോദി ധ്യാനത്തിൽ തുടരും. 3:30 കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരം വഴി വാരണാസിയിലേക്ക് തിരിക്കും. മോദിയുടെ മണ്ഡലമായ വാരണാസിയിലും നാളെയാണ് വോട്ടെടുപ്പ്. പ്രധാനമന്ത്രിയുടെ ധ്യാനം ആത്മീയമല്ല, രാഷ്ട്രീയമെന്നാണ് പ്രതിപക്ഷ വിമർശനം. എന്നാൽ വികസിത ഭാരതത്തിന് വേണ്ടിയുള്ള ജ്ഞാനോദയമാണ് ലക്ഷ്യമെന്ന് BJP ന്യായീകരിക്കുന്നു. എന്തായാലും ധ്യാനത്തിലൂടെ ജ്ഞാനമാണോ വോട്ടാണോ കിട്ടുന്നതെന്നറിയാൻ കുറച്ചു ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. കന്യാകുമാരിയിൽ നിന്നും രഞ്ജിത്ത് ഫ്രാൻസിസിനൊപ്പം അജീഷ് ജയകുമാർ, 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.